അപ്പൊ നമ്മളെ പിടിച്ച ചിക്കൻ ഡ്രസ് ചെയ്ത് സെറ്റാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് കറിയാക്കാം. ബാ. ഇതിലേക്ക് വേണ്ട ചേരുവകളെ നമുക്ക് ചേർക്കാട്ടാ. ഒരു സവോള, ഒരു 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില. ഇതിലെ സവോള കുറച്ച് മതി, കാരണം തേങ്ങാപ്പാൽ വരും, അപ്പം മധുരം വരും കറിക്ക് ട്ടാ. കുറച്ച് മഞ്ഞപ്പൊടി ട്ടാ, 2 സ്പൂൺ മുളക് പൊടി ട്ടാ. സ്പൂൺ ഒടിഞ്ഞാൽ നോക്കണ്ടാ. പ്രവാസികളുടെ സ്പൂണും ടിന്നൊക്കെ ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും, പക്ഷെ കറി ടോപ്പായിരിക്കും. മല്ലിപ്പൊടി ട്ടാ, ഒരു 1 ടീസ്പൂണ് ഗരം മസാല ട്ടാ, ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിന്റെ പൊടി ട്ടാ, അത് നല്ല സ്മെല്ല് തരും. ആവശ്യത്തിന് ഉപ്പ് ട്ടാ, ഒരു 1.5 ടീസ്പൂണ് വിനീഗർ ട്ടാ, സൂക്ക, വെളിച്ചെണ്ണ ട്ടാ ആവശ്യത്തിന്. സവോള ഉണ്ടാക്കണം, അതിൻ്റെ വഴട്ടാത്ത കാരണേ അതിങ്ങനെ കടിക്കും. നല്ലോണം ഇടിച്ച് തിരുമ്പി കഴിഞ്ഞാൽ സെറ്റായിരിക്കും കേട്ടോ. ഇങ്ങനെ തിരുമ്പി വരുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ചിക്കൻ ഇടാട്ടോ, നല്ലോണം ഒന്ന് കൂട്ടി തിരുമാട്ടോ. മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ കേട്ടോ. നമുക്ക് തേങ്ങ പാൽ അടിച്ചെടുക്കാം. ഒരു തേങ്ങയുടെ പാലെടുക്കാം. അപ്പോഴേക്ക് ഇതിങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ, സെറ്റായിരിക്കും. തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് തേങ്ങ പിഴിഞ്ഞിട്ട് 2ാം പാല് ഇതിൽ ഒഴിച്ചു കേട്ടാ. 1ാം പാല് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ. ചിക്കൻ 3/4 ഭാഗം വേവായിട്ടാ. നമ്മുടെ ഇതിലേക്ക് മെയിൻ സാധനം ഇടാൻ പോവാണ്, ഉരുളക്കിഴങ്ങ്. അപ്പൊ കറി വെന്തുട്ടാ. നമ്മള് 1ാം പാല് വെച്ചിട്ട് വെറുതെ ഒന്ന് ചെറിയൊരു തളയുമ്പോ ഇറക്കൂട്ട. ചെറിയ ഉള്ളി, വേപ്പിലും കൂടി അവസാനം ഇതങ്ങോട്ട് കാഴ്ച വയ്ക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ ഫിനിഷ് ആയിട്ടോ.